അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യുദ്ധം, വഞ്ചന അല്ലെങ്കിൽ ചതി അല്ലെങ്കിൽ ഒളിച്ചുവെക്കൽ, തട്ടിപ്പ് വെട്ടിപ്പ് പരിപാടി ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. അതാണ് യുദ്ധം. അൽ ഹർബു ഖുദഅത്തുൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഖസ്റ നശിപ്പിക്കപ്പെടും, അതിനുശേഷം ഒരു ഖസ്റ ഉണ്ടായിരിക്കുന്നതല്ല. സീസർ നശിപ്പിക്കപ്പെടും, അതിനുശേഷം ഒരു സീസർ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ അവൻ്റെ നിധികൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവാക്കും. അതായത് ഈ പറയുന്ന രണ്ടുപേരും തോറ്റുപോകുന്നു. അവരുടെ സമ്പത്തും കാര്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് രാജ്യത്തിന് കീഴടക്കി ആ സമ്പത്തുകൾ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ചിലവഴിക്കും. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഹലക കിസ്റ സുമ്മ ലാ യകൂനു കിസ്റ ബഅദഹു വ ഖൈസറു ലാ യഹ്ലികന്ന സുമ്മ ലാ യകൂനു ഖൈസറുൻ ബഅദഹു വലാ തുഖ്സമന്ന കുനൂസുഹുമാ ഫീ സബീലില്ലാഹ്. യുദ്ധം എന്നത് ചതിയാണ്, വഞ്ചനയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ പറ്റിപ്പ് വെട്ടിപ്പ് ആണ്. അതായത് യുദ്ധത്തിൽ ചെറിയ പരിപാടികളൊക്കെ നടക്കുക, അതായത് കൂടുതൽ പട്ടാളക്കാരുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഐഡിയകളോ, അല്ലെങ്കിൽ ഇച്ചിരി കുറച്ച് പേര് ഇവിടുന്ന് വരുന്നു, കുറച്ച് പേര് അവിടെ നിന്ന് വരുന്നു, വേറെ സ്ഥലത്ത് നിന്ന് വരുന്നു, അപ്പോൾ അങ്ങനെ അവരെ ചതി അങ്ങനെയുള്ളതൊക്കെ പതിവാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യുദ്ധം എന്ന് പറയുന്നത് ചതിയാണ്, അല്ലെങ്കിൽ വഞ്ചനയാണ്, അല്ലെങ്കിൽ പറ്റിപ്പാണ്. വസമ്മൽ ഹർബ ഖദഅതൻ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിനെ ചതി അലി വഞ്ചന എന്നാണ് പേരിട്ടിരുന്നത്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല സമ്മൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹർബ ഖദഅതൻ. റസൂൽ അങ്ങനെ പേര് ഇട്ട് വെച്ചിരിക്കുകയാണ്. ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, യുദ്ധം എന്ന് പറഞ്ഞാൽ ചതി അലി വഞ്ചന അലി പറ്റിപ്പ് ആണ്. സമയ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ ഖാല ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹർബു ഖദഅത്തുൻ. യുദ്ധത്തിൽ നുണ പറയുന്നത്. അൽ കദിബി ഫിൽ ഹർബി. ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരാണ് കഅബ് ബിൻ അൽ അഷ്റഫിനെ കൊല്ലുക, തീർച്ചയായും അവൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും ഉപദ്രവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വേദനിപ്പിച്ചിരിക്കുന്നു. മുഹമ്മദ് മസ്ലമ പറഞ്ഞു, അല്ലെ അള്ളാഹുവിൻ്റെ റസൂലെ, ഞാൻ കൊന്നാൽ മതിയോ, അല്ലെങ്കിൽ ഞാൻ കൊല്ലുന്നത് താങ്കൾക്ക് ഇഷ്ടമാകുമോ? അദ്ദേഹം ഉവ്വ എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് ബിൻ മസ്ലമ അയാളുടെ അടുത്തേക്ക് പോയി, അത് കഅബിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഈ മനുഷ്യൻ, അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ മേളിൽ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പണി ഏൽപ്പിച്ചിട്ടുണ്ട്, അതായത് ദാനം കൊടുക്കുക. കഅബ് പറഞ്ഞു, അള്ളാഹു ആണേ, അയാളെ കൊണ്ട് നിങ്ങൾ മടുക്കും എന്ന്. അതായത് ചിലപ്പോൾ ഈ കൊടുക്കുക, നമ്മുടെ പൈസ ചിലവാക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മുസ്ലിങ്ങൾക്ക് പോലും. അപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അയാൾ അതായിരിക്കും ഉദ്ദേശിച്ചത്, അള്ളാഹു ആണേ നിങ്ങൾ അയാളെ കൊണ്ട് മടുത്തു പോകും. അപ്പോൾ മുഹമ്മദ് അയാളോട് പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിനെ പിന്തുടരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല അദ്ദേഹത്തിന് ചെയ്യുന്ന കാര്യങ്ങൾ അന്ത്യം ആവുന്നതുവരെ, അതായത് ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യവും അപൂർണമായി പോകാൻ അല്ലെങ്കിൽ പൂർത്തീകരിക്കപ്പെടാതിരിക്കാൻ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അതായത് റസൂലിനുള്ള സ്നേഹം. അപ്പോൾ റസൂൽ എന്ത് ചെയ്താലും വിജയിക്കണം, അതാണ് അവർ പറഞ്ഞു വരുന്നതിൻ്റെ ഉദ്ദേശം. മുഹമ്മദ് ബിൻ മസ്ലമ വീണ്ടും സംസാരിച്ചു അയാളോട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരുന്നു, അയാളെ കൊല്ലാൻ ഒരു ചാൻസ് കിട്ടുന്നത് വരെ. അപ്പോൾ വർത്താനം പറഞ്ഞ് കൊല്ലാൻ വന്നതല്ല എന്നുള്ള രീതിയിൽ നിന്ന് അവസാനം കൊന്നുകളഞ്ഞു എന്നാണ് നമ്മളിൽ ഊഹിക്കേണ്ടത്. അടുത്ത ഏതെങ്കിലും ഹദീസുകളിൽ കൂടുതൽ വിശദീകരണം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന ഇതാണ്, നുണ പറയാമോ, അല്ലെങ്കിൽ ചതി വഞ്ചന, നീ എന്നെ കൊല്ലാൻ വന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ കൊല്ലാൻ വന്നതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാൻസ് കിട്ടുമ്പോൾ, ഇത് യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ലെങ്കിൽ റസൂലിൻ്റെ നേരിട്ടുള്ള ഉത്തരവ്, അതല്ലെങ്കിൽ ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന സ്ഥലത്തുള്ള ഇസ്ലാമിക അധികാരികളുടെ ഉത്തരവ്. അല്ലാതെ ചുമ്മാ നമുക്ക് തോന്നി ഒരാളെ കൊന്നുള്ളത്, അതല്ല, അത് തെറ്റാണ്. രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുക. അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുമാ അന്ന നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ലികഅബ ഇബ്ൻ അൽ അഷ്റഫ് ഫഇന്നഹു ഖദ് ആദല്ലാഹ വറസൂലഹു ഖാല മുഹമ്മദ് ബിൻ മസ്ലമത അതുഹിബ്ബു അൻ അഖ്തുലഹു യാ റസൂലല്ലാഹ് ഖാല നഅം ഖാല ഫഅതാഹു ഫഖാല ഇന്ന ഹാദാ യഅനി നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് അന്നാനാ വസഅൽനാ സ്വദഖത ഖാല وأيضا والله لا تملنه قال فإنا قد تبعناه فنكره أن ندعه
حتى ننظر إلى ما يصير أمره قال فلم يزل يكلمه حتى استمكن منه فقتله. അമുസ്ലിമായ ഒരു പട്ടാളക്കാരനെ രഹസ്യമായി കൊല്ലുന്നത്. അൽ ഫത്ഖി ബി അഹ്ലിൽ ഹർബ്. ജാബിർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആരാണ് കഅബ് ബിൻ അഷ്റഫിനെ കൊല്ലുക? മുഹമ്മദ് ബിൻ മസ്ലമ മറുപടി പറഞ്ഞു, ഞാൻ കൊല്ലുന്നത് താങ്കൾക്ക് ഇഷ്ടമാണോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉവ്വ എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ മസ്ലമ പറഞ്ഞു, എന്നാൽ എനിക്ക് ഇഷ്ടമുള്ളത് സംസാരിക്കാൻ എന്നെ അനുവദിക്കണം. അപ്പോൾ അതായത് അവിടെ പോയി എന്തെങ്കിലും നുണയും ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് കൊല്ലുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, അത് ടൂമ്പ് വേണ്ട പോലെ. അപ്പോൾ എനിക്കിഷ്ടമുള്ളത് പറയാൻ താങ്കൾ എന്നെ അനുവദിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ അനുവദിച്ചിരിക്കുന്നു. അൻ ജാബിരിൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ ലി കഅബ് ബിൻ അഷ്റഫ് فقال محمد بن مسلمة أتحب أن نقتله؟ قال نعم. قال فأذن لي فأقول قال قد فعلت. എന്തൊക്കെ തരത്തിലുള്ള ട്രിക്കുകൾ അല്ലെങ്കിൽ ഐഡിയകൾ അല്ലെങ്കിൽ സുരക്ഷിതത്വത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ നമുക്ക് കൈക്കൊള്ളാം അല്ലെങ്കിൽ ഉൾക്കൊള്ളാം. നമ്മളെ സ്വയം രക്ഷിക്കുന്നതിന് വേണ്ടിയും നമ്മൾ തന്നെ കാക്കുന്നതിന് വേണ്ടി ചതിയൻ അല്ലെങ്കിൽ വഞ്ചകനായ ഒരാളിൽ നിന്ന് മായജൂസു മിന്നൽ ഇഹ്തിയാലി വഖദരി മാ മൻ യഖ്ശ മാറതഹു. അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ വിശദീകരിക്കുന്നു, ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനോടൊപ്പം ആയിരുന്നു ഇബ്നു സയ്യാദിൻ്റെ അടുത്തേക്ക് പോവുകയായിരുന്നു. ഇബ്നു സയ്യാദ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാതിരിക്കേണ്ടതാണ്, നമ്മൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. ലോകാവസാനത്തിൽ ഇനി വരാനിരിക്കുന്നതുമാണ് ലോകാവസാനത്തിൻ്റെ ഹദീസുകളിൽ ഇൻഷാ അല്ലാഹ്. ഇബ്നു സയ്യാദ് ദജ്ജാലാണോ എന്ന് സംശയമുണ്ടായിരുന്നു. റസൂലിൻ്റെ കാലത്തുണ്ടായിരുന്ന ഒരു യഹൂദി ആൺകുട്ടിയാണ് ഇബ്നു സയ്യാദ്. അദ്ദേഹത്തിനോട് അറിയിപ്പിക്കപ്പെട്ടു, ഇബ്നു സയ്യാദ് ഈ ഈന്തപ്പനത്തോട്ടത്തിൽ ഇരിപ്പുണ്ട് എന്ന്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തോട്ടത്തിൽ പ്രവേശിച്ചു. ഈന്തപ്പനത്തോട്ടത്തിൽ അദ്ദേഹം ഓരോ പനയുടെയും മറവിൽ ഒളിച്ചു നിന്ന് പതുക്കെ പതുക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ പിള്ളേർ ഒളിച്ചു കളിക്കുന്ന പോലെ ഒരു പനയുടെ പുറകിൽ നിൽക്കും, എന്നിട്ട് ചുറ്റും നോക്കി ആരും കാണുന്നില്ല എന്ന് ഉറപ്പാക്കി അടുത്ത പനയുടെ അടുത്തേക്ക് അങ്ങനെ ഇബ്നു സയ്യാദിൻ്റെ അടുത്തേക്ക് പോവുകയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ചെന്നപ്പോൾ ഇബ്നു സയ്യാദ് ഒരു വെൽവെറ്റ് തുണി പുതച്ച് അതിനകത്ത് കിടന്ന് മുറുമുറുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പുതച്ച് മൂടി കിടക്കുവാണ്, അത് കിടന്ന് മുറുമുറുക്കുന്നത്. അതായത് അയാളുടെ ജിന്നുമായി സംസാരിക്കുന്നതാണ്. അയാൾ നബിയാണ് എന്ന് സ്വയം അവകാശപ്പെട്ടിരുന്നു. വളരെ ചെറുപ്പക്കാരനായ പയ്യനായിരുന്നു, 10-15 വയസ്സ്. ഇബ്നു സയ്യാദിൻ്റെ ഉമ്മ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. അപ്പോൾ അവർ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു, സാഫ്, അവിടെ മുഹമ്മദ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്നു സയ്യാദ് ചാടി എഴുന്നേറ്റു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവനെ വിട്ടിരുന്നുവെങ്കിൽ, അതേ അവസ്ഥയിൽ, അതായത് വിളിച്ചു പറയാതിരുന്നുവെങ്കിൽ സത്യം വ്യക്തമാവുമായിരുന്നു. അതായത് ഈ ഇബ്നു സയ്യാദ് ദജ്ജാലാണോ അല്ലയോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഒളിച്ചു നിന്ന് പറയുന്നത് എന്താണെന്ന് കേട്ട് പ്രവൃത്തിയൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ ഉമ്മ കണ്ടപ്പോൾ ഉമ്മ വിളിച്ചു പറഞ്ഞു, സാഫ് എന്നായിരുന്നു ഇബ്നു സയ്യാദിൻ്റെ വിളിപ്പേര്, അല്ലെങ്കിൽ ശരിക്കുള്ള പേര്. ഇബ്നു സയ്യാദ് എന്ന് പറഞ്ഞാൽ സയ്യാദിൻ്റെ മകനേ ഉള്ളൂ. അപ്പോൾ അതല്ല പേര്, ഒന്നല്ലെങ്കിൽ സാഫ് എന്ന് പേരായിരിക്കും, അതല്ലെങ്കിൽ വിളിപ്പേരായിരിക്കും. ഏതായാലും അത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അവൻ റസൂലിൻ്റെ നിരീക്ഷണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. അൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്നഹു ഖാല തലഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅഹു ഉബയ്യ് ഇബ്നു കഅബിൻ ഖിബല ഇബ്നു സയ്യാദിൻ ഫഹുദ്ദിസ ബിഹി ഫീ നഖ്ലിൻ ഫലമ്മാ ദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ-നഖ്ല തഫിഖ യത്തഖി ബിജുദൂഇ النخل وابن الصياد في قطيفة له فيها رمرمة فرأت أم ابن الصياد رسول الله صلى الله عليه وسلم فقالت يا صاف هذا محمد فوثب ابن الصياد فقال رسول الله صلى الله عليه وسلم لو تركته بينه. യുദ്ധത്തിൽ കവിതകൾ ചൊല്ലുന്നത് പിന്നെ കുഴി കുത്തുമ്പോൾ അല്ലെങ്കിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ ശബ്ദം ഉയർത്തുന്നത്. അർറജസി ഫിൽ ഹർബി വറഫി സൗത്തി ഫി ഹൗഫിൽ ഖന്ദക്കി ഫി സഹ്ലുൻ വാനസുൻ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിഹി യസീദു അൻ സലമത. അൽബറാ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. ഒരു യുദ്ധ ദിവസമായിരുന്നു, അതായത് ഖന്ദക്ക് യുദ്ധ ദിവസം, കിടങ്ങ് യുദ്ധം. അദ്ദേഹം മണ്ണ് ചുമക്കുന്നുണ്ടായിരുന്നു, തലയിലും നെഞ്ചത്തുമൊക്കെ നിറച്ച് മണ്ണ് വീഴുന്നത് വരെ. അപ്പോൾ ഇങ്ങനെ ചുമന്നുകൊണ്ട് പോകുന്നു, കൊട്ടയിലോ പാത്രത്തിലോ എന്തെങ്കിലുമൊക്കെ ചെറിയ എന്തെങ്കിലും അവരുടെ അന്നത്തെ ഉണ്ടായിരുന്ന മണ്ണ് വാരുന്ന എന്തെങ്കിലും പാത്രത്തിൽ. അപ്പോൾ മേത്ത് തലയിൽ നിറച്ച് മണ്ണായി പല പ്രാവശ്യം ഇങ്ങനെ പോയി വന്നപ്പോൾ നെഞ്ചിലെ രോമങ്ങൾ മണ്ണുകൊണ്ട് മൂടിപ്പോയി രോമം കാണാൻ പറ്റാതെയായി.
അദ്ദേഹം ഭയങ്കര രോമമുള്ള മനുഷ്യനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുടക്കത്തിൽ വുളൂവിൻ്റെ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കറിയാവുന്നതിൽ ഏറ്റവും കൂടുതൽ മേത്ത് രോമമുള്ള മനുഷ്യൻ എന്ന്. കാരണം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുത്ത് ചെന്ന ഒരു ഭയങ്കര രോമമുള്ള ഒരാളെ എന്നിട്ട് പറഞ്ഞു, എനിക്ക് വുളൂ എടുക്കാൻ കൂടുതൽ വെള്ളം വേണം, അനുവാദം തരണമെന്ന്. അപ്പോൾ അതായത് വെള്ളം വേസ്റ്റ് ആക്കുക എന്നുള്ളത് ഭയങ്കര കുറ്റമായിട്ടാണ് അവരൊക്കെ സഹാബാക്കളൊക്കെ കണ്ടിരുന്നത്. അപ്പോൾ അതിനൊരു ഫത്വ മേടിക്കാൻ വേണ്ടി പോയതാണ് ഈ സഹാബി അല്ലെങ്കിൽ താബിയ. അപ്പോൾ ആൾ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മേത്ത് ഒരുപാട് രോമമുണ്ട്, എനിക്ക് കൂടുതൽ വെള്ളം വേണം വുളൂ എടുക്കാൻ, അപ്പോൾ അനുവാദം വേണം. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആണോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആണോ എന്നറിയില്ല, പറഞ്ഞു, നിങ്ങളെക്കാളും കൂടുതലുള്ള രോമമുള്ള മനുഷ്യൻ, നിങ്ങളെക്കാളും നല്ലവനുമായ മനുഷ്യൻ ഇതിലും കുറഞ്ഞ വെള്ളത്തിൽ ഒതു എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു. അതായത് അനുവാദം കൊടുത്തില്ല. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമുക്ക് പറയുകയാണെങ്കിൽ കണക്കില്ലാത്ത അത്രയും രോമം, ഭയങ്കരമായ രോമം ഉണ്ടായിരുന്നു ശരീരത്തിൽ. അദ്ദേഹം അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ ഈ വരികൾ പാടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ചൊല്ലുന്നുണ്ടായിരുന്നു. അല്ലേ അല്ലാഹുവേ, നീ ഉദ്ദേശിച്ചില്ലായിരുന്നുവെങ്കിൽ ഞങ്ങൾ വഴി കാണിക്കപ്പെട്ടവരിൽ ആവുമായിരുന്നില്ല, അത് ഞങ്ങൾ നല്ലവരാകുമായിരുന്നില്ല, ഞങ്ങൾ ദാനം കൊടുക്കുമായിരുന്നില്ല, ഞങ്ങൾ നമസ്കരിക്കുമായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ മേലിൽ നീ സമാധാനം തരണേ, ഞങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ കാലുകൾ തീർച്ചയായും നീ ഉറപ്പിച്ചു നിർത്തണേ. ഇനി എങ്ങാനും അവർ ഞങ്ങളെ പരീക്ഷണത്തിലേക്ക് ഉന്തിവിട്ടാൽ, അല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ കഷ്ടപ്പാടുകൾ ഒക്കെ ബാധിപ്പിച്ചാൽ യുദ്ധം കൊണ്ട്, അതായത് അവർ ഞങ്ങളുടെ മേലിൽ യുദ്ധം ചെയ്യാൻ നിർബന്ധമാക്കുന്നു, അല്ലെങ്കിൽ യുദ്ധം ചെയ്യേണ്ടി വരുന്നു ഞങ്ങൾക്ക്, അങ്ങനെ വന്നാൽ ഞങ്ങൾ അവിടെ നിന്ന് ഓടിപ്പോവുകയില്ല, അവിടെ ഉറച്ച് നിൽക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഉയർത്തുമായിരുന്നു ഈ വചനങ്ങൾ ചെല്ലുമ്പോൾ. അതായത് കവിതയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുല്ലാഹ് ബിൻ റവാഹ എഴുതിയൊരു കവിത, അല്ലെങ്കിൽ ചൊല്ലിയൊരു കവിത. അന്നത്തെ കാലത്ത് എഴുത്ത് കുറവാണ്, പക്ഷേ എഴുതാറുണ്ടായിരുന്നു. വലിയ കവികളൊക്കെ അവർ കവിതകൾ എഴുതി മക്കയുടെ ഭിത്തിയിലൊക്കെ തൂക്കിയിടുകയോ ചന്തയിലൊക്കെ തൂക്കിയിടുകയോ ചെയ്യാറുണ്ടായിരുന്നു. ഇത് അബ്ദുല്ലാഹ് ബിൻ റവാഹയുടെ ഒരു കവിതയാണ് റസൂല് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, ഉച്ചത്തിലാണ് ചൊല്ലിയത്. പക്ഷേ അള്ളാഹുവിനെ സ്തുതിക്കുന്നതും ഒക്കെ ആയതുകൊണ്ട്, ഇസ്ലാമിക കാര്യങ്ങളായതുകൊണ്ട് അത് അനുവദനീയമാണ് എന്നും, അപ്പോൾ ഇതിന് സമാനമായ കവിതകൾ നമുക്ക് ചൊല്ലാവുന്നതാണ് എന്നും വേണമെങ്കിൽ ഊഹിക്കാവുന്നതാണ്. عن البراء رضي الله عنه قال رأيت رسول الله صلى الله عليه وسلم يوم الخندق وهو ينقل التراب حتى وار التراب شعر صدره وكان رجلا كثيرا الشعر وهو يرتجز برجز عبد الله اللهم لولا أنت ما اهتدينا ولا تصدقنا ولا صلينا فأنزلا سكينة عليها وثبت الأقدام إلا قينا إن الأعداء قد بغوا علينا إذا أرادوا فتنة أبينا يرفع بها صوته. കുതിരപ്പുറത്ത് ആർക്കെങ്കിലും ഉറച്ചിരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ മല്ല യസ്ബുതു അലൽ ഖൈലി. ജരീർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിൽ നിന്നും മറ വച്ചിരുന്നില്ല, അല്ലെങ്കിൽ എന്നിൽ നിന്ന് ഒളിച്ചല്ലായിരുന്നു, അല്ലെങ്കിൽ മാറിയല്ലായിരുന്നു ഇരുന്നത് ഞാൻ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ. പിന്നീട് എന്നെ എപ്പോൾ കണ്ടാലും അദ്ദേഹം എന്നെ നോക്കി ചിരിക്കുമായിരുന്നു. عن جرير رضي الله عنه قال ما حجبني النبي صلى الله عليه وسلم منذ أسلمت ولا راني إلا تبسم في وجهه. ഞാൻ ഒരിക്കൽ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് കുതിരപ്പുറത്ത് ഉറച്ചിരിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നെഞ്ചിൽ അദ്ദേഹം തടകി, കൈകൊണ്ടാണ് തടകിയത്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവേ, ഇവനെ നീ ഉറപ്പിച്ചു നിർത്തണേ, ഇവനെ നീ വഴികാട്ടിയാക്കണേ, നേരായ മാർഗത്തിൽ വഴി കാണിക്കപ്പെട്ടവനും ആക്കണേ. വലഖദ് ശകൗതു ഇലൈഹി ഇന്നി ലാ ഉസ്ബുതു അലൽ ഖൈലി ഫദറബ ബിയദിഹി ഫി സ്വദരിഹി വഖാല അല്ലാഹുമ്മ സബ്ബിത്ഹു വജഅൽഹു ഹാദിയൻ മഹദിയ. മുറിവ് ചികിത്സിക്കുമ്പോൾ പായയുടെ ഓല, അല്ലെങ്കിൽ പാ മേഞ്ഞിരിക്കുന്ന നൂല്, അല്ലെങ്കിൽ വള്ളി, അല്ലെങ്കിൽ പുല്ല് ഏതാണോ അത് കത്തിച്ച് അത് മുറിവിൽ വെച്ച് മരുന്നായി വയ്ക്കുന്നത്. ഈന്തപ്പനയുടെ പായാണ് ഹസീർ. ഒരു സ്ത്രീ അവരുടെ പിതാവിൻ്റെ മുഖത്തു നിന്നും രക്തം കഴുകിക്കളയുന്നത് പരിചയിൽ വെള്ളം ചുവന്നുകൊണ്ട് വരുന്നത്, പരിചയ ഒരൽപ്പം കുഴിഞ്ഞ പാത്രം പോലത്തെ ആയിരിക്കും, അപ്പോൾ അതിൽ വെള്ളം ചുവന്നുകൊണ്ട് വരുന്നു ഈ കാര്യത്തിന് വേണ്ടിയിട്ട്, കഴുകാൻ വേണ്ടിയിട്ട്. ദവാ ഇൽ ജുർഹി ബി ഇഹ്റാഖിൽ ഹസീരി വ ഗസ്ലിൽ മർഅത്തി അൻ അബിഹ അദ്ദമ അൻ വജ്ഹിഹി വ ഹംലിൽ മാഇ ഫി തുർസി. അബൂ ഹാസിം വിശദീകരിക്കുന്നു, ആളുകൾ സഅദ് ബിൻ സഅദ് അസ്സഈദി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ആ മരുന്ന് കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുറിവ് ചികിത്സിച്ചിരുന്നോ? അദ്ദേഹം മറുപടി പറഞ്ഞു, അതിനെപ്പറ്റി ഏറ്റവും നന്നായി അറിയാവുന്ന ആളുകളിൽ വേറെ ആരും ജീവിച്ചിരിപ്പില്ല, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരിൽ ആരും എന്നേക്കാൾ ആ കാര്യത്തെപ്പറ്റി അറിയാവുന്നവൻ ഇല്ല. അതായത് എനിക്കാണ് ആ കാര്യം ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, ഞാനായിരുന്നു അവിടെ നിന്നോ അങ്ങനെ എന്തെങ്കിലും. അലി വെള്ളം അദ്ദേഹത്തിൻ്റെ പരിചയിൽ കൊണ്ടുവരുമായിരുന്നു. ഫാത്തിമ പ്രവാചകൻ്റെ മകൾ ആ മുഖത്തു നിന്നും ചോര കഴുകിക്കളയുമായിരുന്നു ഈ വെള്ളം ഉപയോഗിച്ച്. എന്നിട്ട്
പന ഓല കൊണ്ടുണ്ടാക്കിയ പായൻ്റെ ഒരു കഷ്ണം കത്തിച്ച് ആ ചാരം അദ്ദേഹത്തിൻ്റെ മുറിവിൽ നിറച്ചു, അല്ലെങ്കിൽ മുറിവിലേക്ക് വച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഹദഥന അബൂ ഹാസിമിൻ ഖാല സഅലു സഹൽ ബിൻ സഅദ് സഅദിയ്യി റളിയല്ലാഹു അൻഹു ബിഅയ്യി ശൈഇൻ ദൂവിയ جرح رسول الله صلى الله عليه وسلم فقال ما بقي أحد من الناس أعلم به مني كان علي يجيء بالماء في ترسه وكانت يعني فاطمة تغسل الدم عن وجهه وأخذ حصير فأحرق ثم حشي به جرح رسول الله صلى الله عليه وسلم. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.